ഹലോ എവറി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ ടോപ്പിക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആസ്പെക്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ്. സോ നമ്മൾ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറച്ച് പ്രധാനപ്പെട്ട മെയിൻ ടോപ്പിക്സുകൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ അപ്ലിക്കബിൾ ആവുന്ന ചില ആസ്പെക്റ്റുകൾ മെയിൻ ടോപ്പിക്കുകളാണ് അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. സോ ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് നമ്മൾ എങ്ങനെയാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ അക്കൗണ്ട് നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ആർ പേഴ്സണൽ ഇൻ നേച്ചർ. എന്തുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്സിന് പേഴ്സണൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത്? നമ്മൾ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് നോക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത് അല്ലെ. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, ആൻഡ് ദെൻ റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. സോ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും വിച്ച് റിലേറ്റ്സ് ടു ഇൻഡിവിജ്വൽ പേഴ്സൺസ് ഓർ ഫേംസ്, കമ്പനീസ്, ഇവർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് റിയൽ അക്കൗണ്ട്? റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ ട്രാൻസാക്ഷൻ വിച്ച് റിലേറ്റ്സ് ടു അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് വരുന്ന സമയത്താണ് നമ്മൾ റിയൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസ്, ലോസസ്, എന്തെങ്കിലും ഇൻകം ഓർ ഗെയിൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോമിനൽ അക്കൗണ്ട്. സോ ക്യാപിറ്റൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 2 പാർട്ട്നേഴ്സ് ആണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പാർട്ട്ണർ എ ആൻഡ് പാർട്ട്ണർ ബി. സോ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? ആ ഒരു ട്രാൻസാക്ഷൻ ക്യാപിറ്റൽ എമൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അതുകൊണ്ട് അതിന് പേഴ്സണൽ ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദ പാർട്ട്നേഴ്സ് ആർ റെക്കോർഡഡ് ദർ ഇൻ അല്ലേ. നമ്മുടെ പാർട്ട്നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ട്രാൻസാക്ഷൻ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ പുതിയൊരു എമൗണ്ട് ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നാലും, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്താലും, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനകത്ത് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ സംഭവിക്കുമ്പോഴൊക്കെ നമ്മൾ ആ ട്രാൻസാക്ഷൻസ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിനകത്ത് ആകെ ഒരു ഓണർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, സിംഗിൾ ഓണർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്ര ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും? ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഉണ്ടാവുക. പക്ഷെ പാർട്ട്ണർഷിപ്പിന്റെ കേസസിൽ എന്താണ് അവിടെ വരുന്നത്? അവിടെ മോർ ദാൻ 2 പാർട്ട്നേഴ്സ് അല്ലെ, 2ൽ കൂടുതൽ അല്ലെങ്കിൽ 2ഓ അതിൽ കൂടുതലോ പാർട്ട്നേഴ്സ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ട്നേഴ്സിനും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ടു അസർട്ടൈൻ ഹിസ് ഓർ ഹെർ ക്യാപിറ്റൽ ബാലൻസ്. പാർട്ട്ണർ എ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ആ എ എന്ന് പറയുന്ന പാർട്ട്ണറിന്റെ അക്കൗണ്ടിനകത്ത് ഇപ്പൊ എത്ര ബാലൻസ് വരുന്നുണ്ട്, അതുപോലെ ബി എന്ന് പറയുന്ന പാർട്ട്ണർ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, എന്തെങ്കിലും നമ്മൾ സാലറി കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന്റെ പുറത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഡ്രോയിങ്സ് സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നോക്കിയിട്ട് ഈച്ച് പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എത്രയുണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ സാധാരണയായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും വരാവുന്ന യൂഷ്വലി കണ്ടുവരുന്ന ഐറ്റംസ് ആണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമ്മൾ എപ്പോഴും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് നേച്ചറിലുള്ള അക്കൗണ്ട് ആണ്? ക്രെഡിറ്റ് നേച്ചറിലുള്ള, ക്രെഡിറ്റ് ബാലൻസ് നേച്ചറിലുള്ള ഒരു അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും എവിടെ എഴുതണം? നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ. സോ 2025 പാർട്ട്ണർ എയുടെ ബാലൻസ് ഉണ്ടാവും അല്ലെ, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഒരു ബാലൻസ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും? 2026 നമ്മളത് ബ്രോ ഡൗൺ ചെയ്യും അല്ലെ, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതും.
സപ്പോസ് അത് 2000 കഴിഞ്ഞ വർഷം മുതലേ ഉള്ള ബിസിനസ് ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്തായിട്ട് എടുക്കും? ഈ വർഷത്തെ 2026ന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുക്കും. ഓക്കെ, ഇനിയിപ്പോ ഇത് 2026 സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ആണെങ്കിൽ എന്താ നമ്മൾ എടുക്കുക? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ബിഗിനിങ്, സ്റ്റാർട്ടിങ്, ആ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്ത് എന്താണോ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതാണ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ഫസ്റ്റ് കോളത്തിൽ എഴുതണം. ഓക്കെ, ഇനി 2026 2026 നമ്മളുടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതി കഴിഞ്ഞു. ഇനി ഇൻ ബിറ്റ്വീൻ മേ ബി ഒരു ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിട്ട് നമ്മുടെ പാർട്ട്ണർ എ എന്ത് ചെയ്യാണ്, ഒരു 10,000 റുപ്പീസ് കൂടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതുകൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതാണ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. അത് അസറ്റ് ആവാം അല്ലെങ്കിൽ ക്യാഷ് ആവാം. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും പുതിയ ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബട്ട് ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ്, ബിസിനസ് ഇവിടെ നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് എഴുതണം. ഓക്കെ, ഇൻട്രസ്റ്റ് പേയ്മെന്റ് നമ്മൾ ക്യാപിറ്റലിനകത്ത് കൊടുക്കുന്ന സമയത്ത് പാർട്ട്ണറിന്റെ, ഇപ്പോൾ ഓൾറെഡി പാർട്ട്ണർ എയുടെ അക്കൗണ്ടിനകത്ത് മേ ബി ഒരു 1,20,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 1,20,000 റുപ്പീസ് പാർട്ട്ണർ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുണ്ട്. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് മേ ബി ഒരു 10,000 റുപ്പീസ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ പാർട്ട്ണർ എക്ക് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ക്രെഡിറ്റ് ബാലൻസ് കൂടുകയാണ് അല്ലെ? നമ്മൾ ക്യാപിറ്റലിലോട്ട് നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തുമ്പോൾ, ബിസിനസ് പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ആവുകയാണ്. ഇനി അതേപോലെ തന്നെയാണ് സാലറി പ്രൊവൈഡ് ചെയ്യുമ്പോൾ, കമ്മീഷൻ പേ ചെയ്യുമ്പോൾ, ഇതെല്ലാം നമ്മൾ അവരുടെ ക്രെഡിറ്റ് ബാലൻസ്, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ദെൻ എന്തെങ്കിലും പ്രോഫിറ്റ്, ആ ഒരു ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള പ്രൊപ്പോർഷന്റെ ബേസിസിൽ ഷെയർ ചെയ്യും. സോ അങ്ങനെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോഴും അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഈ കാണുന്ന ക്രെഡിറ്റ് സൈഡ് കാണുന്ന എല്ലാ ഐറ്റംസും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇനി ഡെബിറ്റ് സൈഡ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഡിക്രീസ് ചെയ്യിപ്പിക്കും. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന പാർട്ട്ണർ ഇവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. സോ ഈ 130ൽ നിന്ന് മേ ബി ഒരു 5,000 റുപ്പീസ് എന്ത് ചെയ്യാണ്? വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡ് കാണിച്ച് ഈ ഒരു 1,20,000ൽ നിന്ന് ആ ഒരു എമൗണ്ട് കുറയ്ക്കുന്നതായിട്ട് നമ്മൾ കാണിക്കണം. അതിനാണ് നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നത്. സോ ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ദെൻ നമ്മൾ പ്രോഫിറ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കൂട്ടി കാണിക്കും. സോ ലോസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കാരണം ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 130 ആയിരിക്കില്ല. മേ ബി ആ ലോസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ 130ൽ നിന്ന് കുറവ് എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. സോ ഇതെല്ലാം നമ്മൾ ടോട്ടൽ ചെയ്യാം. ക്രെഡിറ്റ് സൈഡുള്ള എല്ലാ ബാലൻസും നമ്മൾ ടോട്ടൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. ഓക്കെ, അതുപോലെ ഡെബിറ്റ് സൈഡുള്ള എമൗണ്ടുകൾ നമ്മൾ ടോട്ടൽ ചെയ്യുക. അവിടെയും നമുക്കൊരു എമൗണ്ട് കിട്ടും. ഇനി ക്രെഡിറ്റ് സൈഡിനെക്കാളും ഡെബിറ്റ് സൈഡ് കുറവാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നിന്നുള്ള എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. സപ്പോസ് ഇവിടെ 1,30,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഡ്രോയിങ്സ് ആയിട്ട് ഒരു 5,000 നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. പാർട്ട്ണർ എ എന്ന് പറയുന്ന ആള് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ലോസ് ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ ഈ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1,30,000 മൈനസ് 5,000. സോ 1,25,000 ആയിരിക്കും എന്തായിട്ട് വരിക? ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരിക. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതൊരു യൂഷ്വലി നമ്മൾ ചെയ്യുന്ന രീതിയാണ്. പക്ഷെ പ്രധാനമായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ്
ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ആ പേരിൽ തന്നെയുണ്ട്, ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സോ നമ്മൾ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ക്യാപിറ്റൽ ബ്രോ ഡൗൺ ചെയ്യില്ലേ, ക്ലോസിംഗ് ബാലൻസ്, കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ബ്രോ ഡൗൺ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇവിടെ നമ്മൾ ഫോർമാറ്റ് നോക്കി അറിയാം, നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നുണ്ടാവും. സോ ഇതല്ലാതെ ആ വർഷം ആ ഒരു പാർട്ട്ണറിന്റെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെത്തേഡ് പ്രകാരം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ, ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തിയാലോ, അല്ലെങ്കിൽ പാർട്ട്ണർക്ക് സാലറിയോ കമ്മീഷനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിലോ, ഇത്തരത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്നിട്ട് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇതിനാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് ദ പാർട്ട്ണർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ വിൽ ബി ഡിഫറെന്റ് ഫ്രം ദി ദാറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നതും ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നതും ഇവിടെ രണ്ടും രണ്ടായിരിക്കും. അതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ മറ്റൊരു പേരൂടെ പറയാറുണ്ട്, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. സോ ഇനി നമുക്ക് കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് നോക്കാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1 എന്താന്ന് നോക്കാം. രമേശ് is a partner in the firm Excel Agencies. On 1st January 2024, Ramesh had a balance of 1,80,000 in his capital account. During 2024, he withdrew to 24,000 for the personal purpose. Okay, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബിഗിനിങ് ബാലൻസ് എത്രയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ബിഗിനിങ് ബാലൻസ് നമ്മൾ എവിടെയാണ് എഴുതുക? ക്രെഡിറ്റ് സൈഡ് ആണ് എഴുതുക അല്ലെ. സോ ബിഗിനിങ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യും. അവിടെ നമ്മൾ എത്ര എഴുതും? 1,80,000 rupees എഴുതും അല്ലെ. ദെൻ ഡ്യൂറിങ് 2024 he withdrew 24,000 for what purpose? പേഴ്സണൽ പേർപ്പസ് അല്ലെ. സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് വിഡ്രോ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ പേഴ്സണൽ പേർപ്പസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് നമ്മൾ എന്താ വിളിക്കുക? ഡ്രോയിങ്സ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഡെബിറ്റ് സൈഡ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ. എത്രയാണ്? 24,000 നമ്മൾ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. ദെൻ ഹിസ് പ്രോഫിറ്റ് ഷെയർ ഫോർ ദ ഇയർ ഇസ് 36,000. ഓക്കെ, ആ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്? 36,000. സോ രമേശിന്റെ ക്യാപിറ്റൽ ബാലൻസ് എത്രയായിട്ട് ഇൻക്രീസ് ആവും? അഗെയിൻ 36,000 ഇൻക്രീസ് ആവും അല്ലെ. സോ ഈ രീതിയിലാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ ബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ സൊല്യൂഷൻ നോക്കാം. സോ 1st January 2024 എത്രയാണ് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യേണ്ട ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ളത്? 1,80,000. ഓക്കെ, ദെൻ ഡിസംബർ 31st വിഡ്രോ ചെയ്തിട്ടുണ്ട്. എത്ര എമൗണ്ട് ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്? 24,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. 31st ഡിസംബറിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് 36,000. സോ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക. ഇതിൽ ഏറ്റവും കൂടുതൽ ബാലൻസ് എവിടെയാണ് ഉള്ളത്? ഈ ക്രെഡിറ്റ് സൈഡ് ആണ് ഉള്ളത് അല്ലെ. സോ ഈ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്തിട്ട് 24,000 അതിൽ നിന്ന് ഡിഡക്ട് ചെയ്താൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. സോ 2,16,000 ആണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഈ 2,60,000 നിന്ന് 24,000 ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് 1,92,000 ആണ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട്. രമേശിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് ഈ 1,92,000 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇല്ലുസ്ട്രേഷൻ 2 നമുക്ക് നോക്കാം. So Mr. Matthew is a partner in Matthew Traders. On 1st April 2023, his capital balance was 2 lakh. Okay. So 1st April 2023, 2023 1st April മാത്യുയുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 2 lakh rupees ആണ്. സോ ഡ്യൂറിങ് ദ ഇയർ, സോ ഈ 2 lakh എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലെ. 2023
ഫസ്റ്റ് ഏപ്രിൽ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ്സ് ഓപ്പണിംഗ് ബാലൻസ്. ഡ്യൂറിംഗ് ദ ഇയർ ഹി ബ്രോട്ട് ഇൻ അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 30,000. അതേ വർഷം 2023 അദ്ദേഹം എത്ര രൂപ കൂടെ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? 30,000 റുപ്പീസ് കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹി വിഡ്രോ an amount of 36,000 during the year. അതേ വർഷം തന്നെ 36,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? വിഡ്രോ ചെയ്തിട്ടുണ്ട്. On 1st April 2023, he has given a loan of 1,50,000 rupees to the firm and the interest being credited to his capital account. Okay. സോ അതേ ദിവസം 2023 ഏപ്രിൽ ആ വർഷത്തെ സ്റ്റാർട്ടിംഗ് ദിവസം തന്നെ അദ്ദേഹം മാത്യു എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 1.5 ലക്ഷം രൂപ കമ്പനിക്ക് ആ ബിസിനസ്സിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ലോൺ ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ ആ ലോണിന്റെ പുറത്ത് ഫേം എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് പേ ചെയ്യണം മാത്യുവിന്. ആ ഇൻട്രസ്റ്റ് എവിടെ ക്രെഡിറ്റ് ചെയ്യണം? ടു ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആൻഡ് ഹിസ് 1/3 share of profit, 1/3 share of profit for the year after all adjustments including interest on capital. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റിന്റെ ഷെയർ എന്ന് പറയുന്നത് 1/3 ആണ്. അത് എത്ര രൂപയാണ് പറഞ്ഞിട്ടുള്ളത്? 50,000 rupees ആണ് പറഞ്ഞിട്ടുള്ളത്. Prepare the capital account of Mr. Matthew for the year ended 31st March 2024. Okay, 31st March 2024 മിസ്റ്റർ മാത്യുയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എഴുതണം 2023 അല്ലെ ഓപ്പണിംഗ് ബാലൻസ്. എപ്പോഴും നമ്മൾ എവിടെയാണ്? ക്രെഡിറ്റ് നേച്ചറിലുള്ള ഐറ്റം ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡ് വേണം നമ്മൾ കാണിക്കാനായിട്ട്. സോ 1st April 2023 നമ്മളുടെ ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നു. എത്ര രൂപയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബിസിനസ്സിലോട്ട്, അല്ലെങ്കിൽ എത്ര രൂപയാണ് ബ്രോ ഡൗൺ ചെയ്തിട്ടുള്ളത്? 2 lakh rupees അല്ലെ. സോ 2 lakh rupees നമ്മൾ ക്രെഡിറ്റ് സൈഡ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, ഡ്യൂറിംഗ് ദ ഇയർ അദ്ദേഹം എത്ര രൂപ കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? 30,000 rupees കൂടെ അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. സോ 31st March 2024 അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 rupees ആണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഹി വിഡ്രോ ആൻ എമൗണ്ട് ഓഫ് 36,000 ഡ്യൂറിംഗ് ദ ഇയർ. അതേ വർഷം എത്ര? 36,000 രൂപ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോയിങ്സ് ആയിട്ട് ഡെബിറ്റ് സൈഡ് കാണിക്കും. ഓക്കെ, ഡ്രോയിങ്സ് വരുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഡിഡക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ, എമൗണ്ട് കുറയാണ് ചെയ്യുന്നത്. സോ ആ കുറയുന്ന എമൗണ്ട് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് കാണിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഓൺ 1st April 2023 he has given a loan of ₹1,50,000 to the firm. സോ ലോൺ ആയിട്ട് എത്ര രൂപ കൂടെ കൊടുത്തിട്ടുണ്ട്? 1,50,000 രൂപ ബിസിനസ്സിലോട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആ ബിസിനസ്സിലോട്ട് കൊടുത്ത ലോണിന്റെ എമൗണ്ടിൽ എന്ത് കൊടുക്കണം? ബിസിനസ് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ആ ഇൻട്രസ്റ്റ് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഇൻട്രസ്റ്റ് മിസ്റ്റർ മാത്യുവിന് കിട്ടുന്ന സമയത്ത് മാത്യുയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിന് എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത് അല്ലെ. അപ്പോൾ ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മൾ അത് എവിടെയാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് ഇൻക്രീസ് ആവുന്ന സമയത്ത് കാണിക്കേണ്ടത്. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞിട്ട് 9,000. എങ്ങനെയാണ് 9,000 വരുന്നത്? പ്രത്യേകം ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,50,000 10% എടുക്കാം. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പെർസെൻറ്റേജ് പറഞ്ഞിട്ടില്ല. എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തുന്നത് എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് എടുക്കണം? 6% എടുക്കണം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ് എടുക്കണം. ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മളെപ്പോഴും 6% ആണ് എടുക്കേണ്ടത്. സോ 1,50,000 rupeesന്റെ 6% എന്ന് പറയുന്നത് 9,000 rupees. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? പ്രോഫിറ്റ് ഉണ്ട് അല്ലെ. ആ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രോഫിറ്റിന്റെ ഷെയർ ആണ് 50,000 rupees എന്ന് പറയുന്നത്. എത്രയോ ഒരു എമൗണ്ട്
ബിസിനസ്സിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട്, അതിന്റെ 1/3 ആണ്, അല്ലെങ്കിൽ 1/3 ആണ് ഈ 50,000 rupees എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റിന്റെ ഷെയർ ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ നമ്മൾ ക്രെഡിറ്റ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ കിട്ടും? 2,89,000 ടോട്ടൽ വരുന്നുണ്ട്. ഈ 2,89,000 ആണോ ശരിക്കുള്ള ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത്? അല്ല അല്ലെ. നമ്മൾ ഡെബിറ്റ് സൈഡ് എന്ത് എഴുതിയിട്ടുണ്ട്? ഡ്രോയിങ്സ് 36,000 രൂപ ഈ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്ത് കാണിക്കണം. സോ എത്രയായിരിക്കും ബാലൻസ് വരിക? 2,53,000. ഈ 2,89,000 നിന്ന് 36,000 ഡിഡക്ട് ചെയ്യുമ്പോൾ 2,53,000 ആയിരിക്കും മിസ്റ്റർ മാത്യുയുടെ ക്യാപിറ്റൽ ബാലൻസ് ആയിട്ട് നമ്മൾ ക്യാരി ഡൗൺ ചെയ്യേണ്ടത്. നമ്മൾ ക്രെഡിറ്റ് സൈഡ് ഇത് അടുത്ത വർഷത്തിലോട്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യേണ്ട എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡ് താഴെ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് എടുക്കാം. അതർവൈസ് യു ഹാവ് ടു ടേക്ക് 6% ഓഫ് ദ ലോൺ എമൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. Anand and Balan entered into a partnership contributing 50,000 rupees. Contributing how much? 50,000 and 30,000 respectively. So Anand എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? 50,000. ബാലൻ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? 30,000. And they decided to share profits and losses in the ratio of 2:1. So ഇത് രണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലുണ്ട്. സോ അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന രീതിയിലാണ്. ആൻഡ് ആനന്ദ് വാസ് എൻടൈൽഡ് ടു എ സാലറി ഓഫ് ₹5,000 പെർ ആനം. സോ ആനന്ദിന് ഇവിടെ സാലറി കൂടെ കൊടുക്കുന്നുണ്ട് അല്ലെ, പ്രോഫിറ്റിന് പുറമെ ഓരോ വർഷവും പെർ ആനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, PA ആണ്, പെർ ആനം ആണ്. ഓരോ വർഷം എത്ര രൂപ കൊടുക്കുന്നുണ്ട്? 5,000 രൂപ കൂടെ സാലറി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് പ്രൊവൈഡഡ് അറ്റ് 6% per annum. The drawings of Anand and Balan for the year ending 31st December 2015 were ₹6,000 and 5,000. ഓക്കെ, ആനന്ദ് എത്ര രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് ഡ്രോയിങ്സ് ആയിട്ട്? 6,000. ബാലൻ വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ആനന്ദിന്റെ എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്? 300 rupees. ആൻഡ് ബാലൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 200 to be charged. Okay, the profit of the firm after providing for Anand's salary and interest on capital and taking into account interest on drawings were ₹15,000. എങ്ങനെയാണ് സൊല്യൂഷൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ നമ്മൾ രണ്ടുപേരുടെയും എന്ത് പ്രിപ്പയർ ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ആനന്ദിന്റെ കേസ് നോക്കാം. ആനന്ദ് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? 50,000 rupees ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതണം? ക്യാഷ് ഓർ ബാങ്ക് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ എഴുതാം. ക്രെഡിറ്റ് സൈഡിൽ 50,000 rupees. Then they decide to share the profits and losses in the ratio. നമുക്ക് പ്രോഫിറ്റിന്റെ കേസ് നമുക്ക് അവിടെ വെക്കാം, ലാസ്റ്റ് നമുക്ക് നോക്കാം. Then Anand was entitled to get a salary of 5,000 per annum. അല്ലെ, 5,000 രൂപ വെച്ച് വർഷം കിട്ടുന്നുണ്ട് ആനന്ദിന് സാലറി ആയിട്ട്. സോ സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 5,000 rupees ആണ് സാലറി ആയിട്ട് വരുന്നത്. Then interest on capital was provided at 6%. അല്ലെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6% ആണ് പറയുന്നത്. സോ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ല. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലാത്ത സാഹചര്യത്തിൽ, ക്യാപിറ്റൽ ആയ കേസിൽ ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും പറയുന്നില്ല. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ മാത്രമേ പറയുന്നുള്ളൂ. സോ ഈ 50,000 rupeesന്റെ എത്ര പെർസെൻറ്റേജ് എടുക്കണം? 6% ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് എടുക്കേണ്ടത്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000ന്റെ ഈ ഒരു 50,000ന്റെ 6% നമ്മൾ എടുക്കുന്ന സമയത്ത് 3,000 രൂപയായിരിക്കും നമുക്ക് എന്തായിട്ട് വരിക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് വരാം. ദെൻ പ്രോഫിറ്റിന്റെ കേസ് പറയുന്നുണ്ട് അല്ലെ, എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് 15,000. സോ 15,000ന്റെ എത്ര ഭാഗമാണ് ആനന്ദിന് പോകുന്നത്? അല്ലെ, 2:1 എന്നുള്ള റേഷ്യോയിലാണ്
ആനന്ദിന് പോകുന്നത്. സോ 15,000ന്റെ 2 ഭാഗം, 3-ൽ 2 ഭാഗം ആർക്കാണ് പോകുന്നത്? ആനന്ദിനാണ് പോകുന്നത്. സോ 2/3 ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഫോർ ആനന്ദ്. അതാണ് 2/3 എടുത്തിട്ടുള്ളത്. 15,000ന്റെ 2/3 ഭാഗം എടുക്കുന്ന സമയത്ത് 10,000 rupees ആയിരിക്കും പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു 4 ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 68,000 rupees ടോട്ടൽ ബാലൻസ് ആയിട്ട് വരും. ഇനി ഡ്രോയിങ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആനന്ദ് എത്രയാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്? 6,000 rupees വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ നമ്മളത് ഡെബിറ്റ് സൈഡ് 6,000 rupees കാണിക്കും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര രൂപയാണ് ചാർജ് ചെയ്തിട്ടുള്ളത്? 300 rupees ചാർജ് ചെയ്തിട്ടുണ്ട്. സോ 300 rupees നമ്മൾ ഡെബിറ്റ് സൈഡ് കാണിക്കും. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡ് കാണിക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് സൈഡ് കാണിക്കാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ 300 rupees എന്ന് പറയുന്നത് ആര് ഫേമിലോട്ട് പേ ചെയ്യേണ്ടതാണ്? ആനന്ദ് ഫേമിലോട്ട് പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെയാണ് ഈ ടോട്ടൽ ബാലൻസിൽ നിന്ന്, ഈ ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത് ആരുടെ ബാലൻസ് ആണ്? ആനന്ദിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ്. ഇതിൽ നിന്ന് ഈ 300 rupees നമ്മൾ എന്ത് ചെയ്ത് കാണിക്കും? ഡിഡക്റ്റ് ചെയ്ത് കാണിക്കും. കാരണം ഈ എമൗണ്ട് ആർക്ക് വരാനുള്ളതാണ്? ബിസിനസ്സിലോട്ട് വരാനുള്ള എമൗണ്ട് ആണ്. സോ ഇത് ഇവരുടെ ആ ഒരു ഓണർഷിപ്പിന്റെ എമൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കാണിക്കും. സോ ദാറ്റ്സ് വൈ നമ്മളത് ഡെബിറ്റ് ചെയ്യുന്നത് അതിന്റെ ബാലൻസ്. സോ 68,000 നിന്ന് 300 അതുപോലെ 6,000 കൂടി ഡിഡക്ട് ചെയ്യുമ്പോൾ ബാലൻസ് എമൗണ്ട് എത്രയായിട്ടാണ് വരുന്നത്? 61,700 rupees ആണ് ആനന്ദിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറയുന്നത്. സോ ഇതേ രീതിയിൽ നിങ്ങൾ ബാലന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടെ പ്രിപ്പയർ ചെയ്യാം. ആൻസർ ഞാനിവിടെ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. ഇനി ഈ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് തരാം. ആൻഡ് ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഏതൊക്കെയാണ് ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ്, എങ്ങനെയാണ് അത് ഡെബിറ്റ് സൈഡ് വരുന്നത്, അതുപോലെ ക്രെഡിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ്, മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നതൊക്കെ നമ്മൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് കൊണ്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാവുന്നതാണ്.